നമ്മുടെ ആരുടെയും ലൈഫിൽ നമ്മൾ ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല. നമുക്കൊരാളോട് ഒരു പ്രണയം തോന്നുന്ന നിമിഷം തൊട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ്? ആ പ്രണയം തോന്നുന്ന ആളെ എങ്ങനെയും സ്വന്തമാക്കുക എന്നതാണ്. അതിന് ഏത് രീതിയിലും നമ്മൾ ശ്രമിക്കും. ചിലർക്ക് അതിന് സാധിക്കും, ചിലർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് നഷ്ടപ്രണയങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ പ്രണയം എന്ന് പറയുന്ന ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു അനുഭവത്തെ, ഒരു അനുഭൂതിയെ വളരെ മ്ലേച്ഛമായിട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവതരിപ്പിക്കുന്ന രണ്ടുപേരെയാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ ലൈവിൽ കണ്ടത്. രണ്ട് വൃത്തികെട്ട രണ്ടെണ്ണം വന്നിരുന്ന് കാണിക്കുന്ന പരിപാടി പ്രണയമാണെന്നും പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ വേർഡിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഇത് മൊത്തം. എന്നിട്ട് കുറെ ചീപ്പ് ഡ്രാമയും എന്നിട്ട് അവളുടെ കുറെ ആക്ഷൻസും ഇത് കാണുമ്പോഴത്തേക്ക് എങ്ങനെ യോജിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക്? ഈ മറ്റേ അഫ്സലിന്റെ കയ്യിൽ ഇതിന്റെ ഈ പറഞ്ഞ എൻഗേജ്മെന്റിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ആ സാധനം ഒന്നും പുറത്തുവിടാതിരിക്കുന്നുണ്ടല്ലേ, അവന്റെ മര്യാദ വെച്ചിട്ടാ. അല്ലാതെ അതൊക്കെ എടുത്ത് വെച്ച് പുറത്തടിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കും അതൊക്കെ അല്ല എല്ലാം. അതുകൊണ്ട് അവൻ ചെയ്യാത്ത, ബിക്കോസ് അവനിലൊരു ക്വാളിറ്റി ഉണ്ട്. അവൻ ആ ലവ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇന്നലെ അവനിട്ടൊരു കമന്റ് ഉണ്ട്, അവൻ അതിനൊരു നല്ലൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവളെ സ്നേഹിച്ചതും എടുത്തതും ഇവളുടെ കല്യാണം ആലോചിക്കാനായിട്ട് പോയതും എല്ലാം. അത് മൊത്തവും നശിപ്പിച്ചു ഇവളെ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഇവളെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ചിലപ്പം ഭയങ്കര ഗെയിമർ ആയിട്ടെന്നുള്ള രീതി കാണുമായിരിക്കും. എന്ത് മാങ്ങാത്തൊലിയാണ് ഗെയിം? പക്ഷെ ഇവളീ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനാണ് നിങ്ങളുടെയൊക്കെ ഗെയിം എന്ന് പറയണത്. അവിടെ അതിലും നല്ലോണം ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. അത് കണക്കിന് ഈ റസ്മിനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇറക്കി വിടണം. ഇവിടെയൊക്കെ ആരാ വോട്ട് ചെയ്യുന്ന ഈ റസ്മിനൊക്കെ? അവിടെ പുറത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നിട്ട് അവിടെ വന്നിരുന്ന് ഉടായ്പ കാണിക്കുന്ന പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കണം ബിഗ് ബോസ്. ഈ വിഷയങ്ങൾ എടുത്തു വെച്ച് ചോദിക്കണം ലാലേട്ടന്റെ എപ്പിസോഡിൽ. കാര്യം പുറത്തുനിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഷോ പിന്നെ തീർന്ന്. ആ ഷോ എന്താണ്? അതിന്റെ പാട്ട് തന്നെ നിങ്ങൾക്കറിയാം, ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ ഗതി അറിയാതെ എന്ന് പറയുന്ന ആ പാട്ട് തന്നെ ഉണ്ട്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. പുറത്തെ കാര്യങ്ങളോ ഒന്നും അറിയാനായിട്ട് ഒരു കാരണവശാലും ആ ഷോയിൽ അനുവദിക്കത്തുമില്ല. അതിന്റെ റൂൾസ് അങ്ങനെയാണ്. പക്ഷെ ഇത് ആ റൂൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതെല്ലാം കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോ സിബിന്റെ കേസ്, ഇനി സിബിനും തിരിച്ചു വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇനി ഗെയിം കളിച്ചിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറ? പിന്നെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നമുക്കൊരു സുഖം കാണത്തില്ല. നമ്മളില്ലേ ഇത്ര ഇപ്പം ഞാൻ മാരാറിന്റെ ഒരു കേസ് കണ്ടിട്ടുണ്ടായിരുന്നു. മാരാറും ഇതണക്ക് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം വന്നിട്ടായിരുന്നു ഗെയിമൊക്കെ മനസ്സിലാക്കിയത്. അപ്പം ഈ ഷോയിൽ പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്ന് കളിക്കുന്നതും അറിയാതെ കളിക്കുന്നതും രണ്ടും ഡിഫറെന്റ് ഫീലാണ്. എന്തായാലും ഈ ഒരു കാര്യത്തോടെ ഇവളുടെ കാര്യത്തിൽ എന്തായാലും നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവള് കാണിക്കുന്ന ഡ്രാമയാണ്. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടന്ന ആൾക്കാർ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വേറെ കാര്യം കൂടെ നിങ്ങളടുത്ത് പറയാം. ഗബ്രിയായിട്ട് ഒരു കാരണവശാൽ കഴിഞ്ഞാൽ അവൾക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല, അവൾക്ക് സംസാരിക്കാതിരിക്കാനും പറ്റത്തില്ല. അവൾ അവളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും, അവൾ അവന്റെ കൂടെ ചെന്നിരിക്കുകയും ചെയ്യും, വീണ്ടും കെട്ടിപ്പിടിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യും. ഇത് വേറെ ചുമ്മാ നടന്ന് ഡ്രാമ കാണിച്ചാണ്. വീണ്ടും നോക്കിക്കോ, ഒരു 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും പഴയ അവസ്ഥയാവും. ഇതാണ് അവൾ കാണിക്കുന്നത്. അവൾ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ ഇനി ഇത്? ഇതൊക്കെ ചുമ്മാതെ കിടന്ന് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വേറെ ഉടായ്പ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും.